ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു പൊട്ടറ്റോ ഫിംഗേഴ്സ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പോലെ തന്നെ ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാനായിട്ട് ഔട്ട്സൈഡ് നല്ല ക്രിസ്പിയും ഇൻസൈഡ് സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ് ഇത്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീന്, മല്ലിയില, ഉപ്പ്, പഞ്ചസാര, പെപ്പർ പൗഡറും കോൺസ്റ്റാർച്ചും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുത്ത ശേഷം ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്, കാരണം അത് കട്ടകളൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് അന്നേരം എടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിതെല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊട്ടറ്റോയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂണോളം ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ പെപ്പർ പൗഡറിൻ്റെ അളവ് നമുക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയുടെ അളവൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്, ഒരു ബൈൻഡിങ്ങിനും ഒരു ക്രിസ്പിനെസ്സിനും വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരേ സൈസിൽ തന്നെ ഈ പൊട്ടറ്റോ ഫിംഗേഴ്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് സെയിം നീളത്തിലും വണ്ണത്തിലും ഇത് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ മിക്സ് ചെയ്യുന്ന ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് 2 കൈ കൊണ്ട് ഇതുപോലെ തിരുമ്മി നമുക്ക് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ പാനിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ഫിംഗേഴ്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ചിലപ്പോൾ അത് ഒത്തിരി എണ്ണ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇത് 1-2 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടും. പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്കിത് ഒത്തിരി നേരം ഈ എണ്ണയ്ക്കകത്ത് ഇടണമെന്നില്ല. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാനായിട്ട് അടിപൊളിയാണ്. ഉണ്ടാക്കി ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സോഫ്റ്റായി പോകുന്ന പോലെ തോന്നിയാൽ നിങ്ങൾ എയർ ഫ്രയറിൻ്റെ അകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.